ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ദൈവനാമം മഹത്വപ്പെടുവാനും ആ ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും എത്തിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ കൈപിടിച്ചുയർത്തിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ഉം 44-ഉം തിരുവചനത്തിലെ 2 ഭാഗങ്ങളാണ്. ഈ തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും അറിയാം. ഈശോ സ്നേഹിച്ചിരുന്ന തൻ്റെ സ്നേഹിതനായ ലാസറിനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുന്ന ഒരു രംഗമാണ്. നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന കർത്താവ് മരിച്ചതിന് തുല്യം ജീവിക്കുന്ന അവസ്ഥയിലാണ് ഈ തിരുവചനം കേൾക്കുന്ന മിക്ക വ്യക്തികളും. അവർക്ക് വേണ്ടി അവരുടെ എല്ലാ ബന്ധനാവസ്ഥകളും ഈ നിമിഷം ഈ വചനത്തിലൂടെ ഈശോ അഴിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം കടന്നു ചെല്ലുന്ന എല്ലാ വീടുകളെയും എല്ലാ വ്യക്തികളെയും ഈ നിമിഷം ഈശോ അവിടുത്തെ എല്ലാ തിന്മകളെയും പൈശാചിക ശക്തികളെയും ബന്ധിച്ച് ആ ഭവനത്തിൽ നിന്നും ആ വ്യക്തികളിൽ നിന്നും മാറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോ അവിടുത്തെ തിന്മകളെ നിഷ്കാസനം ചെയ്ത് ദൈവത്തിൻ്റെ ഭവനമായി ഇന്നു മുതൽ ഈ ഭവനങ്ങളെ മാറ്റുന്നതിന് കോടാനുകോടി നന്ദി ദൈവത്തിന് നൽകുന്നു. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. 44-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. നീ വിശ്വസിച്ചാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നതെങ്കിൽ ഇന്ന് യേശുക്രിസ്തു നിൻ്റെ കെട്ടുകളെല്ലാം അഴിച്ച് ദൈവമഹത്വം നീ ദർശിക്കും. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്കിത് സ്വീകരിക്കാം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നീ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനകളോടെ നിൽക്കുന്നു. നീ ഞങ്ങളുടെ എല്ലാ കെട്ടുകളും എല്ലാ പൈശാചിക ബന്ധനങ്ങളും നീ ഇന്ന് അഴിച്ചു മാറ്റും. ഞങ്ങൾ ദൈവമഹത്വം ദർശിക്കും. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. ദൈവം നമ്മളിൽ കുടികൊള്ളുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാളെ ഓശാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന ഈ നിമിഷം ആ യേശുക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവമഹത്വം ഞാൻ ഇന്ന് ദർശിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെമേലുള്ള എല്ലാ തിന്മയുടെ കെട്ടുകളും ഈശോ അഴിച്ചു മാറ്റാൻ തയ്യാറായി നിൽക്കുന്നു. ആ കെട്ടുകൾ ഇന്ന് യേശുക്രിസ്തു നിങ്ങളിൽ നിന്നും അഴിച്ചു മാറ്റട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അഴിച്ചു മാറ്റട്ടെ. നിങ്ങൾ സ്വതന്ത്രരാകട്ടെ. ഈശോയുടെ ആശീർവാദം നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ കെട്ടുകളും സർവശക്തനായ ദൈവം അഴിച്ചു മാറ്റുന്നതിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.